നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഭൗതിക ശരീരം ജൂലൈ 9 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുമെന്ന് ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇതിനു മുന്നോടിയായി ജൂലൈ 4-5 തീയതികളിൽ രാജ്യത്തിന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങുകളും നടക്കും. തുടർന്ന് ജൂലൈ 9 അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദ് നഗരത്തിൽ നടക്കുന്ന വിപുലമായ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഖമനയുടെ ഭൗതിക ശരീരം ഇമാം റിസായുടെ ശവകുടീരത്തിനടുത്തായി അടക്കം ചെയ്യുക. പശ്ചിമേഷ്യയിൽ കടുത്ത സൈനിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങുകളുടെ തീയതികൾ ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആദ്യഘട്ട വ്യോമാക്രമണങ്ങളിലാണ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടത്. ഖമനയി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത ഉന്നതതല യോഗം നടന്നുകൊണ്ടിരിക്കെ ഇറാന്റെ ഔദ്യോഗിക ഓഫീസ് സമുച്ചയത്തിന് നേരെയുണ്ടായ അതിശക്തമായ മിസൈൽ ആക്രമണത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ ആക്രമണത്തിൽ ഖമനയുടെ മകനും ഇറാന്റെ അടുത്ത പിൻഗാമിയുമായി കണക്കാക്കപ്പെടുന്ന മൊജ്തബ ഖമനയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പരമോന്നത നേതാവിന്റെ മരണത്തിന് ശേഷം മൊജ്തബ അധികാരമേറ്റെടുത്ത റിപ്പോർട്ടുകൾ വന്നെങ്കിലും പരിക്കേറ്റതിനു ശേഷം അദ്ദേഹം ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഖമനയുടെ മകൾ സഹദ ഹദാദ് ആദിൽ, ഭർത്താവ് മിസ്ബ അൽ ഹുദ ബഗേരി, ഇവരുടെ മകൻ എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ഖമനയ്ക്ക് പുറമെ ഇറാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന് കനത്ത ആഘാതമേൽപ്പിച്ചായിരുന്നു ഫെബ്രുവരിയിലെ ആക്രമണം നടന്നത്. ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദ, സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ അബ്ദുൽ റഹീം മുസവി, ഖമനയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, കമാൻഡർ ജനറൽ മുഹമ്മദ് പക്പൂർ, 1989 മുതൽ ഖമനയുടെ മിലിറ്ററി ബ്യൂറോ തലവനായി പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് ഷിറാസി എന്നിവരുൾപ്പെടെയുള്ള മുൻനിര നേതാക്കളും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിരുന്ന ഖമനയി 1981 മുതൽ തുടർച്ചയായി 8 വർഷം ഇറാന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് 1979 പ്രശസ്തമായ ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആയത്തുള്ള ഖമനയുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന് പിൻഗാമിയായി 1989 ഖമനയി ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേൽക്കുന്നത്. ദീർഘകാലം ഇറാന്റെ ഭരണചക്രം തിരിക്കുകയും ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്ത നേതാവിന്റെ വിടവാങ്ങൽ ചടങ്ങുകൾക്ക് രാജ്യം അതീവ സുരക്ഷയോടെയാണ് ഒരുങ്ങുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ കടുത്ത സൈനിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ രാജ്യത്തിന്റെയും ആഗോള രാഷ്ട്രീയത്തിന്റെയും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നടക്കുന്നത്. അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ സൈനിക രാഷ്ട്രീയ തലപ്പത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയ ആഘാതത്തിൽ നിന്നും രാജ്യം ഇനിയും പൂർണ്ണമായി മുക്തമായിട്ടില്ല. ഖമനയുടെ മരണത്തെ തുടർന്ന് മകൻ മൊജ്തബ അധികാരം ഏറ്റെടുത്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ആക്രമണത്തിൽ പരിക്കേറ്റ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാലും 1989 മുതൽ ദീർഘകാലം ഇറാന്റെ ഭരണചക്രം തിരിക്കുകയും ആഗോളതലത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്ത ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ പൂർണ്ണമായും ഇസ്ലാമിക സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ നിലനിർത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിനാണ് ഇറാൻ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.